Dear friends, today I am going to discuss geometric mean. സ്റ്റാറ്റിസ്റ്റിക്സിലെ മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസിയിലെ ഒരു മെഷറാണ് ജോമെട്രിക് മീൻ എന്ന് പറയുന്നത്. ജോമെട്രിക് മീൻ ഈസ് ഡിഫൈൻഡ് ആസ് nth റൂട്ട് ഓഫ് ദ പ്രൊഡക്റ്റ് ഓഫ് n നമ്പേഴ്സ്. കുറച്ച് നമ്പേഴ്സ് തരികയാണെങ്കിൽ, നമുക്ക് കുറച്ച് നമ്പേഴ്സ് ഉണ്ടെങ്കിൽ ആ നമ്പേഴ്സിൻ്റെ പ്രൊഡക്റ്റിൻ്റെ nth റൂട്ട് കണ്ടുപിടിക്കുക. ഇതിനാണ് ജോമെട്രിക് മീൻ എന്ന് പറയുന്നത്. അതായത് x1, x2, എക്സെട്ര xn ആർ n ഒബ്സർവേഷൻസ്. ജോമെട്രിക് മീൻ ഈക്വൽ ടു nth റൂട്ട് ഓഫ് x1 ഇൻറ്റു x2 ഇൻറ്റു എക്സെട്ര. ഇപ്പോൾ തന്നിരിക്കുന്നൊരു എക്സാമ്പിൾ നോക്കിയാൽ ജോമെട്രിക് മീൻ ഓഫ് 4 and 16. ഇവിടെ ആകെ 2 നമ്പറേ തന്നിട്ടുള്ളൂ. അപ്പോൾ ഇതിൻ്റെ റൂട്ട് എന്ന് പറയുന്നത് ഇവിടെ n എന്ന് പറയുന്നത് 2 ആണ്. അപ്പോൾ സാധാരണ നമ്മൾ സ്ക്വയർ റൂട്ട് പറയുമ്പോൾ 2n ആണ് പറയാറുള്ളത്. അതുകൊണ്ട് റൂട്ട് ഓഫ് എന്ന് പറഞ്ഞാൽ മതി. 4 ഇൻറ്റു 16, റൂട്ട് ഓഫ് 4 ഇൻറ്റു 16 ഈക്വൽ ടു റൂട്ട് ഓഫ് 64, ദാറ്റ് ഈസ് 8. ഇനി ഇവിടെ 3 നമ്പറാണ് തരുന്നതെങ്കിൽ, 3 നമ്പറാണെങ്കിൽ നമ്മൾ 3 റൂട്ട് ഓഫ്, 3rd റൂട്ട് ഓഫ് അങ്ങനെ എഴുതണം. സെക്കൻഡിന് മാത്രമേ അത് ആവശ്യമില്ലാത്തുള്ളൂ. ഫസ്റ്റും സെക്കൻഡ് നമുക്ക് ഡയറക്റ്റായിട്ട് തന്നെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഈ nth റൂട്ട് ഓഫ് എന്നുള്ളത് മറ്റൊരു രീതിയിൽ എഴുതുന്നതാണ് x1 ഇൻറ്റു x2 ഇൻറ്റു എക്സെട്ര xn ഓൾ റേസ് ടു 1/n എന്നുള്ളത്. അപ്പോൾ സ്ക്വയർ റൂട്ട് വരുമ്പോൾ 1/2 എന്നാണ് വരിക. 3rd റൂട്ടാണെങ്കിൽ 1/3 ആണ് വരിക. ജോമെട്രിക് മീനിൻ്റെ മറ്റൊരു ഇക്വേഷനാണ്, കുറച്ചുകൂടി എളുപ്പത്തിൽ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റുന്ന, യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഇക്വേഷനാണ് ലോഗരിതം യൂസ് ചെയ്തുകൊണ്ട് പറയുന്ന ഇക്വേഷൻ. അപ്പോൾ അതിൻ്റെ ഇക്വേഷൻ ഇങ്ങനെ വരിക, നമുക്ക് തന്നിരിക്കുന്ന വാല്യൂസ് എക്സ് മാത്രമാണെങ്കിൽ, അല്ലെങ്കിൽ നമ്പേഴ്സ് അല്ലെങ്കിൽ ഒബ്സർവേഷൻ മാത്രമാണെങ്കിൽ, ഡിസ്ക്രീറ്റ് സീരീസ് ആണെങ്കിൽ ആൻറ്റിലോഗ് ഓഫ് സിഗ്മ ലോഗ് എക്സ് ബൈ എൻ എന്ന് പറയുന്ന ഇക്വേഷൻ യൂസ് ചെയ്യാം. ഇതിൽ എക്സ് എന്ന് പറയുന്ന വാല്യൂസ് ആയിരിക്കും നമുക്ക് തന്നിട്ടുണ്ടാവുക, ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ടാവുക. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന എക്സാമ്പിൾ നോക്കാം. ഇതിൽ എക്സ് തന്നിട്ടുള്ളത് 2, 4, 8, 6, 12 ആണ്. 2, 4, 8, 12. അപ്പോൾ ഇത് മാത്രമാണ് ക്വസ്റ്റ്യനിൽ ഉണ്ടാവുക. ഇതിൻ്റെ ഫസ്റ്റ് നമ്മൾ കണ്ടുപിടിക്കുന്നത് ഇതിൻ്റെയൊക്കെ ലോഗരിതാണ്. ലോഗ് എക്സ് നമുക്ക് കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് 2 രീതിയിൽ യൂസ് ചെയ്യാം. ഒന്നെങ്കിൽ കാൽക്കുലേറ്റർ യൂസ് ചെയ്യാം. കാൽക്കുലേറ്ററിലാണെങ്കിൽ നമുക്ക് ഡയറക്റ്റായിട്ട് ലോഗ് എക്സ് എന്നുള്ള കീ അതിലുണ്ടാവും. അപ്പോൾ 2 ലോഗ് 2 നമുക്ക് 0.3010 എന്ന് കിട്ടും. ലോഗ് 4 0.6021 കിട്ടും. 8ൻ്റെ 0.9031 കിട്ടും. 12ൻ്റെ 1.0792 എന്ന് കിട്ടും. ഇനി ലോഗരിതം യൂസ് ചെയ്യാൻ പറ്റാത്ത നമ്മൾ എക്സാമാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നമുക്കിതിന് സെപ്പറേറ്റ് ടേബിൾ ഉണ്ട്, ലോഗരിതം ടേബിൾ ഉണ്ട്. ആ ലോഗരിതം ടേബിൾ യൂസ് ചെയ്തുകൊണ്ട് ആ ടേബിളിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ 2 എന്നുള്ളതിന് നേരെ ഏതാണ് ലോഗരിതം നോക്കിയാൽ മതി. അപ്പോൾ നമുക്കത് ആൻസർ കിട്ടും. ഇനി ലോഗ് എക്സ് കണ്ടുപിടിച്ചതിന് ശേഷം നമ്മളിതിൻ്റെ ടോട്ടൽ എടുക്കുക. അതാണ് സിഗ്മ ലോഗ് എക്സ് എന്ന് പറയുന്നത്. സിഗ്മ ലോഗ് എക്സ് ഇവിടെ കിട്ടിയിട്ടുള്ളത് 2.8854 എന്നാണ്. നെക്സ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ ഇക്വേഷനിൽ ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് ആൻറ്റിലോഗ് ഓഫ് 2.8854/4 മീൻസ് n ആണ്. ഇതിലാകെ 4 items ആണ് തന്നിട്ടുള്ളത്, 4 നമ്പേഴ്സാണ് തന്നിട്ടുള്ളത്, അതുകൊണ്ടാണ് 4 എഴുതുന്നത്. ഇനി ഇത് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ 0.72135 കിട്ടും. ഇതിൻ്റെ ആൻറ്റിലോഗ് കണ്ടുപിടിക്കണം. ആൻറ്റിലോഗ് കണ്ടുപിടിക്കാൻ ഇതുപോലെ നമുക്ക് കാൽക്കുലേറ്റർ യൂസ് ചെയ്യാം. കാൽക്കുലേറ്ററിലാണെങ്കിൽ ഒന്നെങ്കിൽ അതിൽ an എന്ന് കാണിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഷിഫ്റ്റ് പ്ലസ് ലോഗ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ആൻറ്റിലോഗ് കാണാൻ പറ്റും. അപ്പോൾ അതിൻ്റെ ആൻറ്റിലോഗ് ഇനി ടേബിൾ ആണെങ്കിൽ ടേബിളിൽ ആൻറ്റിലോഗ് ടേബിൾ ഉണ്ടാവും. ലോഗരിത ടേബിളിൻ്റെ കൂടെ തന്നെയാണ് ആൻറ്റിലോഗ് ടേബിൾ ഉള്ളത്. അത് വെച്ചിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ 5.2644 ആണ് അതിൻ്റെ ആൻസർ കിട്ടുക. ഇനി തന്നിരിക്കുന്നത് ഫ്രീക്വൻസി തന്നിട്ടാണെങ്കിൽ, കണ്ടിന്യൂസ് സീരീസ് ആണെങ്കിൽ, അല്ലെങ്കിൽ ക്ലാസ് ഇൻ്റർവെലോ ഒക്കെ തരികയാണെങ്കിൽ നമുക്ക് ആദ്യം എക്സ്, ക്ലാസ് ഇൻ്റർവെൽ ആണെങ്കിലും എക്സ് കണ്ടുപിടിച്ചാൽ മതി. ആദ്യം മിഡ് പോയിൻ്റ് കാണുക, അപ്പോൾ എക്സ് കിട്ടും. ഇനി അതല്ല എക്സ് തന്നിട്ടുണ്ട്, അതിൻ്റെ ഫ്രീക്വൻസി തന്നിട്ടുണ്ട് എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് അതിന് യൂസ് ചെയ്യുന്ന ഇക്വേഷൻ എന്താണ്?
ആൻറ്റിലോഗ് ഓഫ് സിഗ്മ എഫ് ലോഗ് എക്സ് ബൈ എൻ ആണ്. എൻ എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ എൻ ആണ്. അത് ഫ്രീക്വൻസിയുടെ സം ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ ലോഗ് എക്സ് കണ്ടുപിടിക്കുക. ലോഗ് എക്സ് ഇവിടെ 6-ൻ്റെത് 10-ൻ്റെത് 14-ൻ്റെത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് സ്റ്റെപ്പിൽ ഈ ലോഗ് എക്സിനെ എഫ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അതാണ് എഫ് ഇൻറ്റു ലോഗ് എക്സ് എന്ന് പറയുന്നത്. ആ എഫ് ലോഗ് എക്സ് ചെയ്തതിന് ശേഷം അതിൻ്റെ സം ചെയ്യുക. അതാണ് സിഗ്മ എഫ് ലോഗ് എക്സ്. അതിവിടെ കിട്ടിയുള്ളത് 11.1408 ആണ്. ക്യാപിറ്റൽ എൻ എന്ന് പറയുന്നത് ഫ്രീക്വൻസിൻ്റെ സമ്മാണ്. അതിവിടെ തന്നിട്ടുള്ളത് ഫ്രീക്വൻസിൻ്റെ സം 11 ആണ്. ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ 11.1408 ബൈ 11 ഈക്വൽ ടു ആൻറ്റി ലോഗ് ഓഫ്, അപ്പോൾ അത് ഡിവൈഡ് ചെയ്യുമ്പോൾ 1.0128 കിട്ടുക. അപ്പോൾ ആൻറ്റി ലോഗ് ഓഫ് 1.0128 എന്ന് കിട്ടും. അതിൻ്റെ ആൻസർ കിട്ടുന്നത് ആൻറ്റി ലോഗ് കൊടുത്തു കഴിഞ്ഞാൽ 10.299 എന്നാണ്, 991 എന്നാണ്. അങ്ങനെ ഈ രണ്ട് രീതിയിൽ നമുക്ക് ലോഗരിതം യൂസ് ചെയ്തുകൊണ്ട് കണ്ടുപിടിക്കാം. ഇതായിരിക്കും കുറച്ചുകൂടി എളുപ്പത്തിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന മെത്തേഡ് എന്ന് പറയുന്നത്. ചെറിയ ക്വസ്റ്റ്യൻസൊക്കെ ആണെങ്കിൽ നമുക്ക് ഫസ്റ്റ് മെത്തേഡ് തന്നെ യൂസ് ചെയ്യാം. നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, താങ്ക് യു.